أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد وصينا الذين قبلكم وإياكم أن اتقوا الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുത്താലിമീങ്ങൾ, ബഹുമാനമുള്ള മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ ഒരു പുണ്യമായ വേദിയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. വിശുദ്ധമായ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ് ബദരീങ്ങൾക്കുള്ളതായ അസ്മാ. ആ ബദരീങ്ങളുടെ അസ്മാ ആവുന്ന ആ വിശുദ്ധമായ ദിക്ർ അതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പവിത്രമായ ഒരു വിശുദ്ധമായ ഒരു സദസ്സാണ്. ഈ ദിക്റിന് വേണ്ടി എപ്പോഴും നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സും ആ സദസ്സിലൊക്കെ ഈ ലോകത്തുള്ള സർവ്വ വിശുദ്ധാത്മാക്കളും പങ്കെടുക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതുപോലുള്ള ആയിരക്കണക്കിന് സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ആയിരമല്ല, പതിനായിരക്കണക്കിനും കോടിക്കണക്കിനൊക്കെ സദസ്സുകളുണ്ടാവും. മുഅ്മിനീങ്ങളുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ദിക്റിൻ്റെ സദസ്സുകൾ ഒരുപാടുണ്ടാവും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആയിരം സദസ്സുകളുണ്ടെങ്കിലും ഈ സദസ്സുകളിലൊക്കെ എല്ലാ സദസ്സുകളിലും വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കും. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അംബിയാവ്, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാവ്, മഹാന്മാരാവുന്ന മലായികത്ത്, ഇവരൊക്കെ എല്ലാ സദസ്സിലും ഉണ്ടാവുന്ന, അതാണ് ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത്. സാധാരണ നമ്മളെപ്പോലെയല്ല. നമ്മളെ ശരീരം നമുക്കിപ്പോൾ ഒരു സ്ഥലത്തെ ഒരു സമയത്ത് നമ്മൾക്ക് പങ്കെടുക്കാൻ കഴിയും. മറ്റേ സ്ഥലത്ത് നമ്മളെ ഫോട്ടോ കൊണ്ടേക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള വല്ല ടെലിവിഷനിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടി വരും. അർവാഹികൾ അങ്ങനെയല്ല. അർവാഹികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമായ ഒരു ലോകമാണ്. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കല്ല. അർവാഹികൾ ഒരു റൂഹ് മറ്റൊരു റൂഹുമായിട്ടോ അല്ലെങ്കിൽ ഒരു റൂഹ് മറ്റൊരു ജസദുമായിട്ടോ ഇത്ര ദൂരം എന്ന് പറയാൻ പറ്റൂല എന്ന്. ദൂരം എന്നുള്ളത് അർവാഹികളുടെ ലോകത്തില്ല. അപ്പോൾ അർവാഹികൾ ഈ ലോകം മാറിയല്ല. അവിടെ ഇയ്യും ഞാനും തമ്മിൽ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 1 മീറ്ററോ 2 മീറ്ററൊക്കെ അകന്നാണ് നിൽക്കണമെന്ന് പറയാം. എന്നാൽ അർവാഹികളുടെ ലോകത്ത് ആ നിലക്കുള്ളതായ ഒരു വിദൂരത അർവാഹികളുടെ ലോകത്തുണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ നമ്മളെ കുല്ലു ഖൗലിൻ യുസാബു ഫാഇലുഹു, അത് ചെയ്തവനിക്ക് സവാബ് നൽകപ്പെടുന്നതായ ഏതൊരു വാക്കും, അത് മഹാന്മാരെ പേരായാലും വേണ്ടില്ല. മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അസ്മാക്കൾ, ആ പേരുകൾ മുഴുവനും ദിക്റാം. കാരണം അള്ളാഹിൻ്റെ പേര് പറഞ്ഞാൽ അത് പറഞ്ഞവനക്ക് കൂലി കിട്ടും. കൂലി തന്നോളണം എന്നല്ല, കൂലി കിട്ടാം. കൂലി തരല് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വുജൂബില്ല. നമ്മളെന്ത് ചെയ്താലും കൂലി തന്നോളണം എന്നില്ല. കൂലി തരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വുജൂബായ ഒരു സംഗതിയല്ല. അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ലാണ് അള്ളാഹു കൂലി തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഈ ദിക്റ്, പിന്നെ അള്ളാഹുവിൻ്റെ പേരുകൾ മുഴുവനും ദിക്റാം. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ പിന്നെ പ്രവർത്തികളെ പറ്റി പറയൽ അത് ദിക്റാണ്. റസൂലുള്ളാ കണ്ടില്ലേ, അല്ലാഹു ഖാലിഖുസ് സമാവാതി വൽ അർദ് റാസിഖു മൻ ഫിസ് സമാവാതി വൽ അർദ്, ഇങ്ങനത്തെ ദിക്റുകളൊക്കെ റസൂലുള്ളാ ചൊല്ലിയെന്നല്ലേ.
അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയലും അത് ദിക്ർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്നതായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവരെ പേര് ദിക്റാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ള വരെയുള്ള അമ്പിയാക്കന്മാരെ പേര്, ആ പേരിങ്ങനെ പറയാം, അത് ദിക്ർ തന്നെയാണ്. അത് അവരെ പേര് എന്നുള്ള നിലക്ക് പറയണം. എനിക്കൊരു മകനുണ്ട് നിനക്ക്, അവൻ്റെ പേര് ആദം എന്നുള്ള നിലക്ക് ഓനെ 10 വട്ടം വിളിച്ചാൽ അത് ദിക്റാണെന്നല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് മിൻ ഹൈസു ഇന്നഹു ഇസ്മു ആദം, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാന്നുള്ള നിലക്ക് നീ ഇങ്ങനെ ആദം എന്ന് പറയും, അത് ദിക്റാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടുള്ള മൗലിദുകൾ അത് ദിക്റുകളാണ്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള മൗലിദുകൾ, അവരെ സംബന്ധിച്ചുള്ള മദ്ഹ് ഗാനങ്ങൾ, അത് ഏത് ഭാഷയിലായാലും അത് ദിക്റാണ്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള മദ്ഹ് ഗാനങ്ങൾ, അവരെ സംബന്ധിച്ചുള്ളതായ അവരെ ചരിത്രങ്ങൾ പറയുന്ന ബെയ്ത്തുകൾ, ഇതൊക്കെ ദിക്റുകളാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പേരുകളും ദിക്ർ തന്നെ. ഇപ്പം യാ ഔസു യാ മുഹിയുദ്ദീൻ എന്ന് നമ്മൾ അബ്ദുൽ ഖാദിർ ജീലാനി 1000 വട്ടം ചെല്ലണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ 1000 വട്ടം കൂകല്ല, അത് ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ്. അവരോട് ബന്ധപ്പെട്ടതായ മാലകൾ, മൗലിദുകൾ, ഇതൊക്കെ ദിക്റാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ള മാലകൾ ഇപ്പോൾ കണ്ടില്ലേ, മുഹിയുദ്ദീൻ മാല, ഇതൊക്കെ ഓരോന്നിനും തെളിവ് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാൻ സമയം എന്നുകൊണ്ടിട്ടാണ്, വേഗം പോകുമ്പോൾ. അപ്പോൾ അത് അവരെ സംബന്ധിച്ചുള്ള അവരെ മാലകൾ, നമ്മളെ പഴയ കാലത്തൊക്കെ കണ്ടില്ലേ, നമ്മളെ നാടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അന്നത്തെ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ പറയും മുഹിയുദ്ദീൻമാരെ എല്ലിക്കോ അല്ലെങ്കിൽ ബദർമാരെ എല്ലിക്കോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു മങ്കൂസ് പോലും നേർച്ചാക്കിക്കാളും, അത് ഓതിക്കാളും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റിയുള്ളതായ മൗലിദ് ഓതിക്കോ എന്നൊക്കെ പറയും. എന്താ കാരണം? അതൊക്കെ ദിക്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് മഹാന്മാരാവുന്നതായ ഈ അസ്ഹാബുൽ ബദർ. അവരോട് ബന്ധപ്പെട്ട അവരെ പേരുകളെ പറയാം. ആ പേരുകൾ ഒരു പ്രധാനപ്പെട്ടതായ ദിക്റാണ് അസ്ഹാബുൽ ബദറിൻ്റെ പേര്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരാവുന്ന സഹാബികൾ, മഹദികളാവുന്നതായ ബീവിമാരൊക്കെ ഈ അസ്ഹാബുൽ ബദറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ ദിക്ർ ചെല്ലലുണ്ട്. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചില ബീവിമാർ അവരെ കല്യാണത്തിൻ്റെ തലേ ദിവസവും കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമൊക്കെ ബദരീങ്ങൾക്കുള്ളതായ അസ്മാവ് പറഞ്ഞുകൊണ്ടുള്ള ദിക്ർ അവർ ചൊല്ലിയിരുന്നതാണ്. മഹദിയാവുന്ന റുബയ്യ ബിൻത് അഫ്റാ റളിയല്ലാഹു തആല അൻഹ അവരെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ മകൾ, ഇവരൊക്കെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ആ സംഭവത്തിനെ പറ്റി ആ ബീവിമാർ തന്നെ പറഞ്ഞു. ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാത ബുനിയബി, ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് വീട് കൂടിയ ആ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. നബി കടന്നു വന്നപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താ? വഇന്ദനാ ജാരിയാത്തു, നമ്മളെ ചുറ്റും കുറേ ചെറുപ്പക്കാരത്തികളാവുന്ന പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ പണി എന്താണെന്നറിയോ? യദ്രിബിന ബിദ്ദുഫി, ആ പെണ്ണിൻ്റെ ആ കല്യാണം കഴിഞ്ഞ ആ പെണ്ണിൻ്റെ ചുറ്റും അവളെ പ്രായക്കാരത്തികളാവുന്നതായ കുറേ പെണ്ണുങ്ങൾ നിന്നിട്ട് യദ്രിബിന ബിദ്ദുഫി, അവർ ദഫ് മുട്ടുന്നുണ്ട്. പിന്നെന്താ അവർ ചെയ്യണേ? വയന്തുബിന ബിമൻ ഖുതില മിൻ ആബാഇഹിന്ന ബി ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരെ വാപ്പന്മാരെ മാത്രം വിളിച്ചിട്ട്, അത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്, അവരവരോട് ബന്ധപ്പെട്ടവരെ വിളിച്ചോളൂ. ഇപ്പോൾ ഈ എന്തിയ മൊയ്തീൻ ഷേഖിൻ്റെ ആണ്ട് കഴിക്കണമെന്ന് ചോദിച്ചാൽ മൊയ്തീൻ ഷേഖിന് ബന്ധപ്പെട്ടവർ മൊയ്തീൻ ഷേഖിൻ്റെ ആണ്ട് കഴിക്കും. അതിൻ്റെ റിഫായ് ഷേഖിൻ്റെ ആണ്ട് കഴിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ റിഫായി തെരിയക്കെത്തിയിട്ട് എനിക്ക് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വാപ്പാൻ്റെ ആണ്ട് കഴിക്കണമെന്ന് വെച്ചാൽ എൻ്റെ വാപ്പാൻ്റെ ആണ്ട് ഇജാനാണ് കഴിക്കേണ്ടത്, എൻ്റെ വാപ്പാനോട് ബന്ധമുള്ളവരും കഴിക്കും എന്നതുപോലെ ഈ ബീവിമാർക്കുള്ള പതിവ് എന്തായിരുന്നറിയോ? അവരെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ മഹത്തുക്കളാവുന്ന ആ പിതാക്കന്മാരെ പേര്,
ആ പേര് പറഞ്ഞിട്ട് വളരെ വേദനയോടുകൂടി ബദരീങ്ങളെ 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 എന്ന് വിളിച്ചുകൊണ്ട് ആ പെണ്ണുങ്ങൾ പാട്ട് പാടിയുന്ന ഈ പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോൾ ഈ ബദരീങ്ങൾക്കുള്ള അസ്മാവ് പറഞ്ഞുകൊണ്ടുള്ള പാട്ട് പാടിയപ്പോൾ നബി അതിനെ എതിർത്തില്ല. നബി കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പോണ കാര്യങ്ങൾ അറിയുന്ന ആളാണെന്നുള്ളത് ഈ ബീവിമാർക്കൊക്കെ അറിയാം. അപ്പോൾ അവർ നബിനെ പറ്റി പറയാൻ തുടങ്ങി. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദ്, വരാൻ പോണ കാര്യങ്ങളൊക്കെ അറിയണ നബി ഇതാ വന്നിരിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ വരാൻ പോണ കാര്യങ്ങൾ അറിയില്ല എന്നല്ല, നബി ആണോ എന്നാൽ വരാൻ പോണ കാര്യങ്ങൾ അറിയണം. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതാ, കഴിഞ്ഞതും വരാൻ പോണതും ഒക്കെ കാര്യങ്ങൾ അത് എപ്പോഴും അറിയാമെന്നല്ല, അത് അറിയേണ്ടതായ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അറിയാൻ അവർക്ക് കഴിയണം. അതാണ് നബിമാരെന്ന് പറഞ്ഞാൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ പോണ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. പെണ്ണുങ്ങളോട് റസൂല പറഞ്ഞു, ലാ തഖൂലീന ഹകദ, നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാപ്പന്മാരിൽ നിന്നും കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന നിങ്ങളെ പിതാക്കന്മാരെ പറ്റി മാത്രം പറയാൻ സംഘടിപ്പിച്ച സാഹസാണിത്. ആ ബദരീങ്ങളെ പറ്റി മാത്രം, എല്ലാ ബദരീങ്ങളെ പേരും നിങ്ങൾ പറഞ്ഞില്ല, എന്നാൽ ഞാനും ഈ പെട്ടതാണെന്ന് വെക്കാം. അപ്പം എന്നെ പറ്റി മധു പറഞ്ഞതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് എല്ലാ ബദരീങ്ങളെ പേരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ മാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ മഹത്തുക്കളാവുന്ന പിതാക്കന്മാരെ പേര് മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പം ഇതിന് വേണ്ടി മാത്രം സംഘടിപ്പിച്ചൊരു സദസ്സായതുകൊണ്ട് ഞാൻ വരുമ്പോൾ എന്നെ കൂട്ടി പറയാന്ന് പറഞ്ഞത് ശരിയല്ല, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ വരാൻ പോണ കാര്യങ്ങൾ നബി അറിയില്ല എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. ലാ തഖൂലീന ഹകദ, ഇങ്ങനെ പറയണ്ട. ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരെങ്കിലും പറയാൻ വേണ്ടി, ഇപ്പം നമ്മൾ വീട്ടിലുണ്ടല്ല ഒരു ബദർ മൗലൂദ് കഴിച്ചാൻ വേണ്ടി നേർച്ചാക്കി, അല്ലെങ്കിൽ ഒരു മൊഹിയുദ്ദീൻ മൗലൂദ് കഴിച്ചാൽ നേർച്ചാക്കി. അപ്പം മൊഹിയുദ്ദീൻ മൗലൂദ് കഴിച്ചാൻ വേണ്ടിയിട്ട് മുസ്ലിയാർ വന്നപ്പോൾ പരക്കാരത്തിയൊക്കെ പറഞ്ഞു, ഏതായാലും മൗലിയർക്ക് ചോറും ചാറും കൂട്ടാനൊക്കെ കൊടുക്കണം, എന്തെങ്കിലും കൈമടക്കും വേണ്ടേ, എന്നൊരു മങ്കൂസ് കൂടി അതിൽ കൂട്ടിക്കളി എന്ന് പറയാം. അത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ആ സദസ്സ് ആദ്യം തന്നെ ഇജ്ജ് വിചാരിച്ചത് ഏത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്? മൊഹിയുദ്ദീൻ മൗലിദ. നേരെ മറിച്ച് രണ്ടും കൂടി ഇജ്ജ് കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തിരക്കടില്ല, എന്നാൽ പ്രശ്നമില്ല. കൊടുക്കണ്ടിച്ചാ കൊടുക്കേണ്ടതിനെ കൊടുത്താൽ മതി മൗലിയർക്ക്. പക്ഷേ രണ്ടും കഴിക്കാൻ ആദ്യം ഉദ്ദേശിക്കണം എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് മൊഹിയുദ്ദീൻ മൗലൂദ് കഴിച്ചാൻ വേണ്ടി ഉദ്ദേശിക്കുക, അപ്പം തോന്നുന്ന റസൂലാൻ്റെ മൗലൂദ് ഇതിൽ കൂടിയാണ് കൂട്ടുക എന്ന് പറഞ്ഞാൽ റസൂലാനെ ചെറുതാക്കലാണ്. അതാണ് ഈ ബീവിമാരോട് റസൂല പറഞ്ഞത്, ലാ തഖൂലീന ഹകദ, നിങ്ങൾ ഇങ്ങനെ പറയണ്ട. ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ മഹത്തുക്കളാവുന്നതായ പിതാക്കന്മാർ അവരെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിവാക്കി, അതല്ലെങ്കിൽ അതിലൂടെ പഞ്ചൂലത് പച്ചിമ്പിളിയിലൂടെ ആയാലേ നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ മഹത്തുക്കളാവുന്ന പിതാക്കന്മാരെ പറ്റി മാത്രം പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സദസ്സായതുകൊണ്ട് നിങ്ങൾ ലാ തഖൂലീന ഹകദ, നിങ്ങൾ ഇന്നെ കണ്ടപ്പോൾ ഞാൻ വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിയാണെന്ന് നിങ്ങൾ പാടണ്ടാന്ന്, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളെ പേര് പറഞ്ഞുകൊണ്ടിട്ട് ബദരീങ്ങളെ 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 എന്ന് വിളിച്ചുകൊണ്ടിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നതായ ആ ബദരീങ്ങളെ പറ്റിയുള്ളതായ ആ ദിക്റുകൾ, ആ ദിക്റിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. കാരണം എന്തുകൊണ്ട്? അതൊരു വിശുദ്ധമായ ദിക്റായതുകൊണ്ടിട്ട് ആ പണിയാണ് നമ്മളും ചെയ്യണത്. ബദരീങ്ങൾക്കുള്ളതായ എല്ലാ അസുമാക്കളും പറഞ്ഞുകൊണ്ടിട്ട് അത് തവസ്സുലാക്കിയാലും ഇസ്തിഗാസയാണെങ്കിലും അത് മഅനയിൽ തവസ്സുൽ തന്നെയാണ്. അത് ബദരീങ്ങളെ നിങ്ങളങ്ങനെ ആക്കി നിങ്ങളിങ്ങനെ ആക്കി എന്ന് പറഞ്ഞാൽ അതും മഅനയിൽ അത് തവസ്സുൽ തന്നെയാണ്. അവരോടുള്ളതായ അവർ മുഖേനയായി കൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടലാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ജാതി ദിക്റായാലും വേണ്ടില്ല, ഈ ദിക്ർ ചൊല്ലിയിട്ട് ഹൃദയത്തിനെ വിശുദ്ധാക്കാൻ കഴിയുള്ളൂ. ആ ദിക്ർ റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല എന്ന മഹാന്മാർ പറഞ്ഞത്. ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചെന്നെത്താനുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഘടകമാണ്. അതിനെപ്പറ്റി പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ പോരാ, ബൽ ഹുവൽ ഉംദ, ദിക്ർ എന്നുള്ളത് അതിപ്രധാനമായ ഒരു ഘടകമാണ്.
വലാ യസിലു അഹദുൻ ഇലല്ലാഹ് ഇല്ലാ ബിദവാമി ദിക്ർ. ഒരാൾക്കും അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ സാധ്യമല്ല ദിക്ർ ചൊല്ലൽ കൊണ്ടല്ലാതെ. അള്ളാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മരിച്ചു പോകുക എന്നല്ല. പിന്നെ എന്തുമല്ല, വലൈസൽ മുറാദു ബിൽ വസൂലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥമല്ല ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദാത്തും നിന്റെ ശരീരം തമ്മിൽ ഒട്ടി നിൽക്കുക എന്നുമല്ല. പിന്നെ അള്ളാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? മുശാഹദത്തു അസ്റാരി റുബൂബിയ്യത്തി വ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ, അള്ളാഹു റബ്ബാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഈ ലോകത്തൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരവസ്ഥയിൽ മനുഷ്യനെത്തുക. മൊയ്‌ദി ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നോക്കിക്കാണാൻ കഴിയുന്നതായ ഒരവസ്ഥ എപ്പോഴും നോക്കിക്കാണുക എന്നല്ല, ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കാണാൻ കഴിയുക. അതിനുപയോഗിക്കുന്നതായ ചില മാധ്യമങ്ങളും ചില അതിൻ്റെ പിന്നെ വസായിത്തുകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് അതിനെ നോക്കിക്കാണാൻ കഴിയാം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഈ പല ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പലതും കാണുന്നില്ലേ, ലോകത്തുള്ള പലതും നമ്മൾ കാണുന്നില്ലേ. അവരും കാണുന്നത് അങ്ങനെ തന്നെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ഒക്കെ. പക്ഷെ അവർ കാണുന്നത് എന്തുകൊണ്ടല്ല, ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല. അവരത് ഉപയോഗിക്കാൻ ഇലാഹിയായ ചില മാധ്യമങ്ങളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പറ്റണ നിലക്കുള്ളതായ ഒരു പ്രയത്നം ആദ്യം അവരേക്കുന്നുണ്ടാവണം. എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനാണ് ദിക്ർ ചെല്ലുന്നത്. ദിക്ർ ചൊല്ലി ദിക്ർ ചൊല്ലി ദിക്ർ ചൊല്ലി ദിക്ർ ചൊല്ലി സർവ്വ അവയവങ്ങളും വിശുദ്ധാക്കുക. ഈമാൻ്റെ വിശുദ്ധമാവുന്നതായ ആ ഊർജം നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്നതായ വിശുദ്ധമാവുന്നതായ ഊർജങ്ങൾ നിന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും വരണം. അപ്പം നിന്റെ കയ്യിൽ ഈമാൻ്റെ ഊർജം ഉണ്ടാവണം. അപ്പം നീ ഒരു സാധനം കക്കണം എന്ന് ഉദ്ദേശിച്ചാൽ നിന്റെ കൈ അതിനെ അനുവദിക്കൂല എന്നുള്ള അർത്ഥം. ഇനി ഉദ്ദേശിച്ചാലും കൈ ആ സാധനം എടുക്കൂല. ലാ യസ്രിഖു സ്സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കക്കുന്നവൻ മോമിനായിട്ട് അവന് കക്കാൻ കഴിയൂല. യഥാർത്ഥ ഈമാൻ അവനിൽ ഉണ്ടെങ്കിൽ അവന് കക്കാൻ കഴിയൂല. കാരണം ഈമാൻ്റെ ആ പ്രത്യേകമാവുന്നതായ ആ പ്രഭയും ആ പ്രത്യേകമാവുന്ന ഊർജമൊക്കെ ഇവൻ്റെ കൈമലുണ്ടാവും. അപ്പോൾ കക്കണം ഉദ്ദേശിച്ചാൽ ആ കൈ അതിന് വൈപ്പെടൂല. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുഅ്മിനായ നിലക്ക് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. കാരണം എന്താ? വ്യഭിചരിക്കാൻ ചെന്നവൻ വ്യഭിചരിക്കാൻ ചെന്ന് അവിടെ വ്യഭിചാരത്തിന് വേണ്ടിയുള്ളതായ ആ പണി നടത്താൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ വ്യഭിചരിക്കാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്നതായ ആ ആയുധം ഉണ്ടല്ലോ, ആ ആയുധം അതിന് വൈപ്പെടൂല. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ആയുധത്തിന് അതിനുള്ളതായ ഉത്തേജനം ഉണ്ടാവില്ല. ആ ആയുധത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ്റെ ആ പ്രഭ ഇറങ്ങി അതിൻ്റെതായ ആ പ്രത്യേക ഊർജം നിൻ്റെ ഈ ആയുധത്തുമുണ്ടാവും. അപ്പം ഈ എത്ര മെനക്കെട്ടാലും എനിക്ക് വ്യഭിചരിക്കാൻ കഴിയൂല എന്നുള്ള അർത്ഥം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ശരീരത്തിലുള്ളതായ ഓരോ അവയവങ്ങളിലേക്കും ഈ വിശുദ്ധമാവുന്ന ഈമാൻ്റെ ഈ ഊർജത്തിന് അള്ളാഹു എന്താക്കുകയാണ്, ഇങ്ങനെ എല്ലായിടത്തേക്കും നിർഗളിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ എന്ത് വേണം? ദിക്ർ ചെല്ലണം. കാരണം ഈ അവസ്ഥ അങ്ങനെ ചില്ലറക്കാർക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നതല്ല. കാരണം അവൻ്റെ കണ്ണ്, അവൻ്റെ കാത് നോക്ക്. എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കപ്പെട്ട അതേ സ്വഭാവത്തിൽ തന്നെയാണ് എൻ്റെ കാത് നിൽക്കണമെന്ന് വെക്കുക. അതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കൊക്കെ ഉള്ള കാതുകൾ. അങ്ങനെ ഉമ്മ പ്രസവിക്കപ്പെട്ട അന്ന് ഈ കാത് കൊണ്ട് വേണ്ടാത്തൊരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ആ നിലക്ക് ആ കാതിൻ്റെ വിശുദ്ധി എന്താക്കുക, നിലനിർത്തുക. അള്ളാഹ് ഹറാമാക്കിയതായ കേൾക്കൽ ഹറാമാക്കിയ ഒന്നിനെ ആ കാതുകൊണ്ട് കേൾക്കാതെ വെക്കുക. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കുള്ള കാതുകളതാ. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കുള്ള കാതുകളതാ. അവരെ കണ്ണുകളതാ. ആ കണ്ണുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ ഒന്നിനെ അവർ നോക്കിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് അമ്പിയാക്കന്മാരിൽ നിന്ന് അവരെ കാത് കൊണ്ടിട്ടോ അവരെ കണ്ണുകൊണ്ടിട്ടോ ഒരു ഹറാമിനെയും ഒരു കറാഹത്തിനെയും ഒരു ഖിലാഫുൽ ഔലിനെയും ഒന്നും നോക്കും കാണും ഒന്നും ഉണ്ടാവില്ല.
അങ്ങനത്തെ സംഗതി പറയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും അങ്ങനെ ആവാം. ചിലപ്പോഴൊക്കെ അതിനെതിരായിട്ട് അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യുക. കാരണം അവർ എപ്പോഴും മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പോലെ ഹദ്റത്തുൽ ഖുദ്സിലാവണം എന്നുള്ളതായ നിർബന്ധം അവർക്കില്ല. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് മാത്രമേ. അപ്പം ആ വിശുദ്ധി നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരാം. ആ വിശുദ്ധി നിലനിർത്തിക്കൊടുന്നിട്ട് ഈ കാതിനിക്കും ഈ കണ്ണിനിക്കൊക്കെ ആവശ്യമുണ്ടാവുന്നതായ പ്രത്യേകമാവുന്ന ഈമാനികമാവുന്ന ഊർജം, ആ ഊർജം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ദിക്ർ ചെയ്യുന്നത്. അതാണ് മഹാന്മാർ പറഞ്ഞത്, അള്ളാഹുലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരവസ്ഥ ഉണ്ടാവുക. ആവശ്യമുള്ള സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആവശ്യമുള്ള ഉലൂമുകളെ, അറിവുകളെ അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്ക് മലവെള്ളം കുത്തി ഒഴുകണ മാതിരിക്ക് നിന്റെ ഹൃദയത്തിലേക്ക് വരാം. ഈ ഒരവസ്ഥ നീ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ ഉപകരിക്കണതായ ഏറ്റവും വലിയ ഒരു സാധനമാണ് ദിക്ർ എന്ന് പറഞ്ഞത്. ദിക്ർ വലിയ രണ്ട് ഗുണ, ഈമാനിക്ക് വളമിട്ടൊടുക്കലുമായി ഈമാനെ നശിപ്പിക്കാൻ വരുന്നതായ മറ്റുള്ള വസ്തുക്കളെ തൊട്ടുള്ള പ്രതിരോധമായി. ഇപ്പം നമ്മളൊരു വായ വെച്ചാൽ അങ്ങനെയുള്ള വായക്ക് വളമിട്ട് കൊടുത്താൽ മാത്രം പോരാ, എന്തുകൂടി വേണം? ആ വായ നശിപ്പിക്കാൻ വരുന്ന സാധനങ്ങളുണ്ടാവും. ആട് വന്ന് തിന്നും, പോത്ത് വന്ന് തിന്നും, അതിന് വേലി കെട്ടണം നോക്കല്, അല്ലെങ്കിൽ അതിന് കാവല ഏർപ്പെടുത്തണം. അടി കൂടി ചില ജന്തുക്കളൊക്കെ വന്ന് അതിന് നശിപ്പിക്കും. അതിനാണ് ചിലപ്പോൾ കുരുടനോ മറ്റതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടില്ല. അപ്പോൾ പ്രതിരോധം വേണം, വളവും വേണം, എന്നാലേ സാധനം വളരുള്ളൂ. ഇത് ഈമാൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയുള്ളൂ. ഈമാൻ വളരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈമാനെ വളർത്താൻ ആവശ്യമാവുന്നതായ വളം വേണം. ആ വളമാണ് വിശുദ്ധമാവുന്നതായ ദിക്റുകളൊക്കെ. ആ ഈമാൻ്റെ വളർച്ചക്ക് തടസ്സമായി വരുന്നതായ ചില വസ്തുക്കളുണ്ടാവും, തടിൻ്റെ ഇച്ഛകളും ശൈത്താനിയാവുന്ന മറ്റുള്ള സംഗതികളൊക്കെ. അതിനൊക്കെയുള്ളതായ പ്രതിരോധം ഉണ്ടാവണം. ആ പ്രതിരോധം ഉണ്ടായാലേ വിശുദ്ധമാവുന്ന ഈമാൻ അത് വളർന്ന് വികസിക്കുള്ളൂ. അപ്പം ഈമാനെ വളർന്ന് വികസിപ്പിക്കാൻ ആവശ്യമാവുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ. അങ്ങനത്തെ ദിക്റുകളിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ് വിശുദ്ധമാവുന്നതായ ബദരീങ്ങൾക്കുള്ളതായ അസ്മാക്കൾ. ആ ബദരീങ്ങൾക്കുള്ളതായ അസ്മാക്കളെ കൊണ്ട് ദിക്ർ ചെല്ലുന്ന സ്വഭാവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലുള്ളതായ ഈ ദിക്റുകൾ മജ്‌ലിസുന്നൂർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടാലും പഴയ കാലത്തൊക്കെ തന്നെ നമ്മളെ നാടുകളിൽ നടന്നു പോകുന്നതായ പ്രധാനപ്പെട്ട ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരു ദിക്റാണ് ഈ ബദരീങ്ങൾക്കുള്ളതായ അസ്മാ. അപ്പം ഇതുപോലത്തതായ ബദരീങ്ങൾക്കുള്ള അസ്മാക്കളും ഇതുപോലത്തെ മറ്റുള്ള ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിട്ട് ആത്മാവിനെ വിശുദ്ധമാക്കി തഖ്വ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി വലഖദ് വസ്സൈനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വസിയത്ത് തഖ്വയാണ്. അള്ളാഹു നിരോധിച്ചതായ അതാണ് ഇസ്തിഖാമത്ത്. അള്ളാഹു നിരോധിച്ച സർവ്വസംഗതികളിൽ നിന്ന് ഒഴിഞ്ഞിക്കുക, അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുക, അതാണ് ഇസ്തിഖാമത്ത്. അതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലും ഒക്കെ ഉണ്ടാവുന്ന സ്വഭാവം. ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ഉണ്ടാവേണ്ട സ്വഭാവം അതാണ്. അത് കഴിയണത്ര നമ്മൾക്ക് അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ എന്ന, അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല, വലിയ വലിയ ആളുകൾക്ക് അതിനുണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കൊക്കെയാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ഈ മഹത്താവുന്ന സ്വഭാവത്തിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാക്കാൻ കഴിയുക. എന്നാൽ നമ്മളോടൊക്കെ ഉള്ള കൽപ്പന എന്താ? ഇസ്തഖീമു വലം തുതീഖൂ. ഇസ്തിഖാമത്ത് നിങ്ങൾ ഉണ്ടാക്കുക, പക്ഷെ വലം തുതീഖൂ, നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധ്യമാവാത്ത ഒന്നിനെ കൽപ്പിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കഴിയണത്ര നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം കഴിയണത്ര നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു വുജൂബായ സംഗതികൾ നിർബന്ധമായി ചെയ്യണം, അതല്ല ഈ പറയുന്നത് ഹറാമിനെ തൊട്ട് നിർബന്ധമായി വിട്ടുവെക്കും വേണം, അതല്ല പറഞ്ഞത്. കഴിയണത്രേ സുന്നത്തായ സംഗതികളെ കഴിയണത്ര പെരുപ്പിക്കാം. ഖറാത്ത് ഖിലാഫുൽ ഔലയിൽ നിന്നൊക്കെ കഴിയണത്ര വിട്ടുവെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എത്രമാത്രം നമ്മൾക്കുള്ള വിശുദ്ധി ഉണ്ടോ അത്രമാത്രം നമ്മളെ ഈമാനിക്ക് പവറും ഉണ്ടാവും. മഹാന്മാരെ പറ്റി പറഞ്ഞില്ലേ, ഈമാൻ ദിക്ർ കൊണ്ട് ഹൃദയത്തിനെ വിശുദ്ധമാക്കി തീർന്നാൽ അവൻ്റെ കണ്ണ് വമായ കഴു ബസറുഹു അലാ സാഫിൻ ഔ കദീർ,
ഒരു സാധനത്തിമൊക്കെ അവൻ നോക്കിയാൽ ആ സാധനം നല്ല ഹറാമായ സാധനമാണോ അതല്ല അത് ഹറാമാണോ എന്ന് അവനക്ക് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അവർക്കൊരു സാധനം കണ്ടാൽ ഈ സാധനം ഹറാമാണോ അതല്ല, ഫമായ ഖഉ ബസറുഹു അലാ സാഫിൻ ഔ ഖദർ, നല്ല സംഗതിമ നോക്കിയാലും മോശമുള്ള സംഗതിമ നോക്കിയാലും ഇല്ല അറഫഹു, ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് നല്ലതല്ല, ഇത് മോശമാണ് അല്ലെങ്കിൽ ഇത് മോശമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. വമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു, ഈ വെള്ളം കൊണ്ടേ കൊടുത്താൽ ഈ വെള്ളം ഹറാമാണെന്ന് മനസ്സിലാക്കും. ഹറാമാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കോളന്നില്ല, അത്ര സ്റ്റേജിലേ അയാൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. അതിനേക്കാൾ വലിയ സ്റ്റേജിലും മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ടാവും, ദിക്ർ ചൊല്ലി അതിൻ്റെ ഉയർന്ന സ്റ്റേജിലെത്തിയവർ. ഒമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ, ഈ ചായ കൊണ്ടേ കൊടുത്താൽ ഇത് ചായ ഹറാമാണെന്ന് മനസ്സിലാവും. വയദ്രി മാ ഹുവ അസ്ലുഹു, ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവും. ഇത് എന്താ, പിന്നെ പലിശൻ്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ് അല്ലെങ്കിൽ കട്ട പൈസ കൊണ്ട് വാങ്ങിയതാണെന്നൊക്കെ ഈ ചായ കണ്ടാൽ ഈ ചായയിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള അർത്ഥം. ആ രേഖ നോക്കി അവർക്ക് പറയാൻ കഴിയും. ചില ആളുകൾ ആ രേഖ പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്കിത് ചായ എനിക്ക് വേണ്ടടോ ഈ ചായ അത് ഹറാമാണെന്നേ പറയും. ചില ആളുകൾക്ക് അതിനും അറിഞ്ഞോളന്നില്ല, ചില ആളുകൾ അത് കുടിച്ചുമ്പോഴാണ് കറക്കളെന്ന് അറിഞ്ഞിങ്ങോട്ട് പോരേണ്ടത്. അള്ളാഹു അവരെ വയറ്റിനുള്ളിലേക്ക് ഇജാതി ഇറക്കൂല. അപ്പം ഇതൊക്കെ ഈ അവസ്ഥകളൊക്കെ ദിക്ർ കൊണ്ട് തന്നെയാണ് മഹാന്മാരുണ്ടാക്കി തീർത്തത്. അപ്പം അങ്ങനത്തെ ദിക്റുകളിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് ബദരീങ്ങൾക്കുള്ള അസ്മാവ്. ആ അസ്മാവിനെ എല്ലാവരും ചെല്ലുക. ഇതുപോലത്തെ ദിക്റുകളൊക്കെ അള്ളാഹു വർദ്ധിപ്പിക്കുക. അങ്ങനെ ദിക്റുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ളതായ ഖുർബ്, അള്ളാഹുവിലേക്കുള്ളതായ വസൂല് അതിനുണ്ടാക്കി തീർക്കാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കഴിയണത്ര ശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ നമ്മൾക്ക് ദുആ ചെയ്യാം. ദുആൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇതിൻ്റെ അടിയിൽ എന്താണുള്ളത്? എന്ത്? അത് വായിച്ചാലേ ഉള്ളൂ. പിന്നൊന്നുമില്ലല്ലോ. പിന്നെ തേൻ കുപ്പി കൊടുത്തോ? അത് എനിക്കതിൻ്റെ ടെക്നിക്കൊന്നും അറിയാം. ഞാൻ ഈ ജാതി ഒരു ടെക്നിക്കും അറിയാത്ത ആളാണ്. ഈ ടെക്നോളജി ഒന്നും എനിക്കറിയില്ല, പിരിവിൻ്റെ ഒന്നും അറിയില്ല. ഈ കിതാബ് ഏതും കൊടുന്നോ അത് പറഞ്ഞുതരാം, മറ്റത് ഇത് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അത് കൊടുത്താന്ന് ചോദിച്ചാൽ അത് കൊടുക്കും. അതുപോലെ ഒരു അരപ്പവൻ സ്വർണം, അതുപോലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെയായി സ്വർണങ്ങൾ ചെയ്ത് തന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. ആ ദർസിന് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന ദീന് ഇവിടെ നിലനിന്നതൊക്കെ ദർസിൽ കൂടിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിലുള്ളൊരു ചെറിയ ഒരു പിന്നെ ശോചനീയ അവസ്ഥ അത് നമുക്കറിയാം. അപ്പോൾ അതുണ്ടാവരുത്. ദർസിലുള്ള കുട്ടികൾക്ക് അവർ നമ്മളെ മക്കളെ പോലെയെന്ന് കരുതി അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവർക്ക് എല്ലാ സൗകര്യം എന്ന് പറഞ്ഞാൽ അവരെ കിതാബ് വാങ്ങലും അവരെ വസ്ത്രം വാങ്ങലും ഇതൊക്കെ കഴിയണത്ര എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് വെറും ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ. ആ നിലക്ക് ദർസിനെ നമ്മൾ മഹബത്ത് വെക്കണം. അത് ദീനിനുള്ളതായൊരു മഹബത്താണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. എന്നാലൊരു തുടങ്ങല്ലേ? 24 സെൻറ്റ് സ്ഥലം പള്ളി കമ്മിറ്റി വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാ വാങ്ങിക്കണേ? മദ്രസൻ്റെയും പള്ളിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. അതിന് തൊട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ളതായ പിന്നെ സഹായം അത് കമ്മിറ്റിക്കാർ വരുമ്പോൾ കഴിവിൻ്റെ പരമാവധി അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും ചെയ്തു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിലുള്ളതായ എല്ലാ ദീനീയ ഖിദ്മത്തുകളെയും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതിനുവേണ്ടി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞിട്ടെ. ഈ 24 സെൻറ്റ് തന്നീന്ന് 26 ഒരാൾ ആ തന്ന ആൾ അയാളെ വക 1 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേറൊരു സെൻറ്റ് വേറൊരാളും കൊടുത്തിട്ടുണ്ട്. ഞാരെയും പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളി വേണം. 3 ആൾ വേറെ സെൻറ്റ് വീഴ്ച പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? 1 സെൻറ്റിന് എത്രയും 90,000. 1 സെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണിച്ച് പറയാം. പ്രവാസികളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഒരാൾ 15,000 രൂപ പറഞ്ഞു. ഇത് ഗൾഫിൽ നിന്നുള്ള ഒരാൾ 15,000 രൂപ ഇപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 1/2 സെൻറ്റ് ആയാലും മതി. ഇനി 4 ആൾ കൂടി 1 സെൻറ്റ് ആയാലും മതി. കഴിയണമാർക്ക് പറയാമെന്ന്. ഇനി
ആരെയും പറഞ്ഞോ? അതെന്നാ എല്ലാവരും പറഞ്ഞോളൂ. ഇന്നാ ഇലാ ഹദറത്തി നബിയ്യിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. രണ്ട് ആൾക്കാർ കൂടിയിട്ട് ഒരു സെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി. وإلى حضرات أرواح ملائكة الله المقربين والأنبياء والمرسلين وأصحاب رسول الله وأزواج رسول الله وأولاد رسول الله وأصحاب الآباء والأئمة الأربعة المجتهدين. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم عليهم ولا الضالين. آمين. وإلى حضرة روح الإمام إمام الأئمة إمامنا الشافعي رضي الله تعالى عنه. الفاتحة. لا من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرات أرواح جميع الفقهاء والعلماء والمحدثين والمفسرين والأقطاب والأبدال والنجباء والنقباء ورجال الغيب المتصرفين في هذه النوبة، خاصة إلى حضرة قطب أقطابهم وقطب هذه القرية. الفاتحة. لا من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أرواح مشايخنا وأجدادنا ومشايخ الطرائق الموصلة إلى الله، خاصة إلى حضرات أرواح جميع مشايخنا في سلسلة القادرية الأيدروسية العلوية ومشايخ السلسلة الرفاعية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة روح شيخنا شيخ المشايخ قطب الأقطاب محي الدين عبد القادر الجيلاني قدس الله، وشيخنا سلطان العارفين أحمد الكبير الرفاعي قدس الله، وشيخنا الشيخ أحمد بن حلوان قدس الله، وجدي وسندي ووسيلتي إلى الله الولي العارف بالله الشيخ أبي بكر بن محمد بن علي بن أحمد بن الفقيه المقدم الجفري قدس الله، وشيخي ووسيلتي إلى الله الولي العارف بالله الشيخ عمر محوار الجفري قدس الله. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين إياك نستعين استقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വേറെ രണ്ട് സഹോദരന്മാർ 15 അങ്ങനെ 30,000 അതിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും വേണ്ടി. അവസാനം وإلى حضرة روح شيخنا ومرشدي والمربي الجليل الشيخ شمس العلماء قدس الله. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرات أرواح أمواتنا خاصة وأموات المسلمين عامة. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇനിയിപ്പോൾ ദിക്ർ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ആ ചൊല്ലിയ ദിക്ർ തന്നെ മതി. മജ്ലിസുന്നൂറിൽ ചൊല്ലിയ ദിക്ർ അത് തന്നെ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم يا صابر الستر إذا حاط البلاء ويا سامع الأصوات من تحت العلا نسألك بنبيك المحبوب وكرسيك المنصوب وأنت الله الذي تجير قلب الخائف المرعوب من الكروب إذا اشتدت من السيوف إذا سلت من قلوب الأعداء إذا غضبت واسودت. اللهم إن جاءوا إلينا فردهم وإن بغوا علينا فصدهم. اللهم أنت الله ربنا وربهم ورب الخلائق كلها
تحسنا بالله وبرسول الله صلى الله عليه وسلم وبأصحابه الأشرار أبي بكر وعمر وعثمان وعلي وطلحة وزبير وسعد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن الجراح الذين بايعوا نبيك تحت الشجرة رضي الله تعالى عنهم. اللهم إنا نسألك بحق طه وياسين وسورة البقرة وبحقوق جميع مشايخنا وأجدادنا وبحقوق جميع الأرواح المقدسة الذين حضروا في هذا المجلس أن تحفظنا وأن تحفظ من أوصانا من شر الجن والإنس والشياطين والكفرة والسحرة والظالمين والعدوين والمعاندين والأمراض كلها، الأمراض الظاهرية والباطنية والقلبية والبدنية والروحانية والجسمانية، إنك على كل شيء قدير. اللهم إنا أمسينا نحن ومن أحطت به شفقة قلوبنا في ضمانك وأمانك وفي ركن من أركانك، وخيمة الستر مسبولة علينا، وتاج الملائكة عليهم الصلاة والسلام فوق رؤوسنا، وسيدنا محمد صلى الله عليه وسلم عن أيماننا، وعلي كرم الله وجهه عن شمائلنا، ودرقة العباس وحمزة رضي الله تعالى عنهما بين أكتافنا، وسيف جبريل عليه الصلاة والسلام بين أيدينا، نسد به صدا ونرد به ردا من القوم إذا ثارت، ومن قلوب الأعداء إذا غارت. يا حابس الوحش يا شديد البطش يا حافظ النفس يا من لا عين تراك ولا يد تمسك، أرخي علينا قبة من حديد أوتادها في الأرض ورأسها في السماء، وحيطانها محيطة بالقدرة والعظمة، ومفتاحها يا حفيظ يا حفيظ يا حفيظ، والله من ورائهم محيط، بل هو قرآن مجيد في لوح محفوظ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളൊക്കെ നിൻ്റെ പാവികളായ ഇബാദുകളാണ് തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വവും അല്ലാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത സർവ്വദോഷങ്ങളെയും വിട്ടുകൊടുത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഈ സാസിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ടേൽപ്പിച്ച സർവ്വ ആളുകളും ഈ സാസിലേക്ക് എല്ലാ നിലക്കും സംഭാവന അർപ്പിച്ച സർവ്വ ആളുകൾ, ഞങ്ങൾക്കും അവർക്കുമുള്ള ഉമ്മവാപ്പാന്മാർ, ഉസ്താദന്മാർ, മക്കൾ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യന്മാർ, സർവർക്കുമുള്ള സർവ്വദോഷങ്ങളെയും വിട്ടുകൊടുത്ത് മാഫാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുമുള്ള ഹൃദയത്തിനെ വിശുദ്ധമാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നിന്ന് കിബിർ, അസദ്, ഉജ്ബ്, റിയാവ് പോലാത്ത സർവ്വമോശമായ സ്വഭാവങ്ങളെയും ദൂരീകരിക്കണേ അല്ലാഹ്. മഹ്മൂദത്താവുന്ന സ്വവാഫുകളെ കൊണ്ട് അവർക്കും ഞങ്ങൾക്കുമുള്ള ഹൃദയത്തിനെ നിറക്കണേ അല്ലാഹ്. ഈമാൻ്റെ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ലാഹ്. അംബിയാ ഔലിയാവിനുള്ള മഹബത്ത് കൊണ്ട് നിറക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ തമ്പുരാനെ, ഞങ്ങളെയും അവരെയും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. കുഞ്ഞവിയും മുഖറവിയുമാവുന്ന സർവ്വ ഫളീഹത്തിനെ തൊട്ട് ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർറഹീമായ തമ്പുരാനെ, ഈ പ്രദേശത്ത് ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അല്ലാഹ്. ഇവിടുത്തെ ഞങ്ങളുടെ സർവ്വ ദീനീ സ്ഥാപനങ്ങളിലും ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അല്ലാഹ്. ഈ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന സർവർക്കും ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അല്ലാഹ്. ഇവിടെ ഞങ്ങളോട് പ്രത്യേകമായി കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച സർവ്വ ആളുകൾക്കും ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിലേക്ക് പ്രത്യേകമായി സംഭാവനകൾ അർപ്പിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകമായി കൊണ്ടിട്ട് ഇവിടുത്തെ ദർസിലെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണത്തിലേക്കും മറ്റും, അതുപോലെ തന്നെ ഇവിടെ വാങ്ങാൻ ഉദ്ദേശിച്ചതായ ഈ സ്ഥലത്തിലേക്ക് അതിലേക്ക് സംഭാവനകൾ അർപ്പിച്ച വിദേശത്തും സ്വദേശത്തുമുള്ളതായ സർവ്വ സുഹൃത്തുക്കൾ, അർഹമുർറഹീമായ തമ്പുരാനെ, അവർക്കൊക്കെ അവരോടും ഞങ്ങളോടും ബന്ധപ്പെട്ട സർവ്വസ്വത്തിലും ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുമുള്ള ഉമ്മവാപ്പാന്മാരിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭാര്യമാരിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ സ്ത്രീകൾക്കും ബർക്കത്തിനെ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. അവർക്കുള്ളതായ ഭർത്താക്കന്മാരിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കുമുള്ള ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അമലിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൗലും ഫിഇലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹർക്കത്ത് സുക്കൂനിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോടും അവരോടും ബന്ധപ്പെട്ട് വിദേശത്തുള്ള സർവ്വ ആളുകൾക്കും ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കുമുള്ള സർവ്വദീനിയായ ഖിദ്മത്തുകളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീട് കുടികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോടും അവരോടും ബന്ധപ്പെട്ട സർവ്വസ്വത്തിലും ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് നൽകണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്ദസായ അർവാഹുകൾക്കുള്ള ഹക്ക് കൊണ്ട് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർറഹീമായ തമ്പുരാനെ, ഞങ്ങളെയും അവരെയും സാലിഹ്യങ്ങളാക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഈ സദസ്സിൽ നിന്ന് ഇതുപോലെ തന്നെ തേൻ വാങ്ങിയതായ ആളുകൾ, ഇവിടേക്ക് സംഭാവനകൾ അർപ്പിച്ചവർ, ഭൂമി വാങ്ങുന്നതിലേക്ക് സംഭാവന അർപ്പിച്ചവർ, ഭക്ഷണം നൽകിയവർ, സർവ്വ ആളുകൾക്കും അർഹമുർറഹീമായ അല്ലാഹ് അവരെയും ഞങ്ങളെയും സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുമുള്ള ഉമ്മവാപ്പാന്മാർ, ഉസ്താദന്മാരെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ശിഷ്യന്മാരെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ഭാര്യമാരെ സാലിഹാത്താക്കണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച്
ഒരുമിച്ച് കൂടിയ സർവ്വ സ്ത്രീകളെയും സാലിഹാത്താക്കണേ അല്ലാ. അവർക്കുള്ള ഭർത്താക്കന്മാരെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെടുന്ന സർവ്വരെയും സലാഹിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സലാഹിയത്തിൻ്റെ അധികാരമുള്ള സുഹബത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ തമ്പുരാനെ ഞങ്ങളെയും അവരെയും സർവ്വവിധ ആഫാത്ത് മുസീബത്ത് അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആസിദീങ്ങളെ അസദിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. വാലിമീങ്ങളെ ഉൽമിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. മുസ്ലിങ്ങളെ ഫസാദിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. മുഫ്തിനീങ്ങളെ ഫിത്തനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. മുശ്രിക്കീങ്ങൾക്കുള്ള ശിർക്കിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. മൂത്തദീങ്ങൾക്കുള്ളതായ ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അഅദാഇൻ്റെ അദാവത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ തമ്പുരാനെ ശൈത്താനിയാവുന്ന സർവ്വ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ശൈത്താനിയാവുന്ന സർവ്വ മോശമായ സ്വഭാവങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ശൈത്താനിയാവുന്നതായ സർവ്വ ഉൽമുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഉമ്മവാപ്പാന്മാർ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, അവർക്കും ഞങ്ങൾക്കുമുള്ള ഉമ്മവാപ്പാന്മാർ, ഉസ്താദന്മാർ, മക്കൾ, ഭാര്യമാർ, കൂട്ടുകുടുംബങ്ങൾ സർവരെയും ഇത്യാദി ഷറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കുമുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതായ മക്കളാക്കണേ തമ്പുരാനെ. മക്കളെ സർവ്വവിധ ശുറൂറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദൻ്റെ മേൽ ഞങ്ങൾക്കും അവർക്കുമുള്ള അഖീദനെ അടിയുറപ്പിച്ചെത്തി തന്നെ തമ്പുരാനെ. ആ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പല ആളുകളും പല ജാതി ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ചും കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരാണ്. അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളെയും ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ ഹഖ് കൊണ്ട് ഹാസിലാക്കണേ അല്ലാഹ്. മശായിഖിൻ്റെ ഹഖ് കൊണ്ട് ഹാസിലാക്കണേ അല്ലാഹ്. പല രോഗമുള്ള ആളുകളും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർറഹീമീനായ തമ്പുരാനെ, ഈ സദസ്സിൽ നിന്നും അല്ലാതെയും ഞങ്ങളോട് ഏൽപ്പിച്ചതായ സർവ്വ ആളുകൾക്കുള്ള രോഗങ്ങളെയും ശിഫിയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കുമുള്ള രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. വാഹിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. ബാത്തുനിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. ഖൽബിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. റൂഹാനിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. ജിസ്മാനിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. ശൈത്താനിയാവുന്ന രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും അവരുള്ളതായ ഉമ്മവാപ്പാന്മാർ, ഉസ്താദന്മാർക്കുള്ള രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. മക്കൾ, ഭാര്യമാർ, മക്കളെ മക്കൾ, കൂട്ടുകുടുംബങ്ങൾക്കുള്ള രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളുടെ രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ തമ്പുരാനെ, മാരകമാവുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ഇവിടെ സംഭാവന ചെയ്ത സർവ്വ ആളുകളെയും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച സർവ്വ ആളുകളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാരകമാവുന്ന രോഗത്തിന് മേൽ സബ്ർ ചെയ്യാനുള്ള കൽപ്പ് പറഞ്ഞവരാണ് ഞങ്ങൾ. മാരകമാവുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല തമ്പുരാനെ. ഞങ്ങളെയും അവരെയും പരീക്ഷിക്കല തമ്പുരാനെ. മാരകമാവുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി നിൽക്കുന്ന സർവ്വ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരോട് അനുയോജ്യരാവുന്നതായ സാലിഹീങ്ങളാവുന്ന ഭർത്താക്കന്മാരെയും സാലിഹാത്താവുന്ന ഭാര്യമാരെയും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, വിവാഹം ചെയ്ത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവില്ല, അവർക്ക് ഖൈറാണെങ്കിൽ സാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വീടുകുടികളില്ലാത്തവർക്ക് അവരോട് അനുയോജ്യമായ വീടുണ്ടാക്കാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. വീടിൻ്റെ പണി നടക്കുന്നവർക്ക് അത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ തൗഫീഖും നൽകണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ അല്ലാഹ്, പല ആളുകളും അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെല്ലാമാണോ ഏൽപ്പിച്ചത് അവർക്കൊക്കെ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ സർവർക്കുമുള്ളതായ ഖബൂറുകളെ സ്വർഗ്ഗപൂങ്കാവനാക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ മർഹൂം പരേതനായ മർക്കശ്ശേരി ആലിഹാജി ഭാര്യ ജുമ എന്നവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി, അവരുടെ പരലോക വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ മക്കൾ നൽകുന്ന 3 ചിറ്റ്, അൽഹംദുലില്ലാ, ഈ 3 ചിറ്റ് അവർ ആ കുട്ടികളെ അവരെ ഉമ്മാക്ക് വേണ്ടിയും അവരെ വാപ്പാക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ തന്നിട്ടുണ്ട്. അർഹമുർറഹീമീനായ തമ്പുരാനെ, അവർ നൽകിയതായ ഈ സംഭാവന എന്നെ കബൂൽ ചെയ്യണേ അല്ലാഹ്. അത് കാരണമായി അവരുടെ കുടുംബത്തിൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യത്തിനെയും ബർക്കത്തിനെയും ധാരാളം ചൊരിഞ്ഞുകൊടുക്കണേ തമ്പുരാനെ. അവരെ കുടുംബത്തിനൊക്കെ സലാഹിയത്തിലാക്കണേ തമ്പുരാനെ. അവരെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കുള്ള ഖബൂറുകളെയും സുഖപൂങ്കാവനാക്കണേ തമ്പുരാനെ. ഇത് കാരണമായി സർവ്വവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. സർവ്വ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സർവ്വ മാരകമാവുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ.
അർഹമുർ-റഹീമീനായ അള്ളാഹ് ഞങ്ങളെയും അവരെയും സർവ്വവിധ അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. സർവ്വ ശുറൂറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ശൈത്താനിയാവുന്ന സർവ്വ തദഖുലാത്ത് തസല്ലുത്താത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ശൈത്താനിയാവുന്ന സർവ്വ ഉപദ്രവങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദൻ്റെ മേൽ ഞങ്ങൾക്കും അവർക്കുമുള്ള അഖീദനെ അടിയുറപ്പിച്ചിരുത്തി തന്നെ തമ്പുരാനെ. ആ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആ വിശുദ്ധമായ അഖീദക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തണേ തമ്പുരാനെ. അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, അതിൻ്റെ ഉമറാവ്, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുഭാവികൾ, അതിനെ സ്നേഹിക്കുന്നവർ സർവർക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട ഗർഭമുള്ള സർവ്വസ്ത്രീകൾക്കും അവരെ പ്രസവത്തിന് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് മശായിഖിൻ്റെ ഹക്ക് കൊണ്ട്, പ്രത്യേകിച്ച് മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മുഹമ്മദ് ഖാസിം വലി ഉള്ളാഹി തങ്ങൾക്കുള്ള ഹിജാബ് ബർക്കത്ത് കൊണ്ട് സുഖപ്രസവാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രസവ സമയത്തുണ്ടാവുന്ന മശക്കത്ത് ബുദ്ധിമുട്ടുകളുള്ള തൊട്ട് ആ പെണ്ണുങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട, ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരോട് ബന്ധപ്പെട്ട ഈ സാസിൽ കൂടിയതായ പെണ്ണുങ്ങൾ ആരെല്ലാം ഉണ്ടോ ഗർഭവതികൾ, അവർക്കൊക്കെ ഉള്ളതായ പ്രസവത്തിന് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ രാജസയ്യിദായ അള്ളാഹ് സ്വർഗ്ഗത്തിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരാനെ. ഫരീഖും ഫിൽ ജന്ന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങളും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മഹാന്മാരാവുന്ന മശായിഖ് അജിദാദ് ഹാദുറായി സന്തോഷത്തോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. മരണസമയത്ത് ശൈത്താൻ്റെ ശരണത്തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാരകമാവുന്ന സർവ്വരോഗങ്ങളെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുമുള്ള സർവ്വരുടെയും ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. സൂൽ ഖാത്തിമത്തുണ്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇവിടുത്തെ ദീനീ സ്ഥാപനങ്ങളെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തണേ അള്ളാഹ്. അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതായ സർവ്വ ആളുകൾക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ധാരാളം ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാൻ. അതിലേക്ക് സംഭാവനകൾ അർപ്പിച്ച സർവ്വ ആളുകൾക്കുള്ള സംഭാവനകളെയും ഖബൂൽ ചെയ്യണേ അള്ളാഹ്. സർവ്വ സംഭാവനകളെയും ഖബൂൽ ചെയ്യണേ അള്ളാഹ്. അത് കാരണമായി അവരോട് ബന്ധപ്പെട്ട സർവ്വസ്വത്തിനും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ. അവരുടെ ശരീരത്തിലെല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ രാജസയ്യിദായ തമ്പുരാനെ, കഅബത്തുകൾ ചെന്ന് ഹജ്ജ് ചെയ്യാൻ, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ തമ്പുരാനെ. ഖിയാമത്ത് നാൾ വരെയുള്ള ഞങ്ങളെ സന്താന പരമ്പരകൾക്ക് നൽകണേ തമ്പുരാനെ. സർവ്വ കള്ള തരീഖത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. കള്ള ശൈഖന്മാരുടെ സ്വർണ്ണത്തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മൂത്തദീങ്ങൾക്കുള്ള സ്വർണ്ണത്തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദൻ്റെ മേൽ ഞങ്ങൾക്കും അവർക്കുമുള്ള അഖീദനെ അടിയുറപ്പിച്ചിരുത്തി തന്നെ തമ്പുരാനെ. ആ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ചെയ്യാനുള്ളതായ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ രാജസയ്യിദായ അള്ളാഹ് ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പര ഇത്യാദി സർവ്വ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദൻ്റെ മേൽ അവർക്കൊക്കെ ഉള്ളതായ അഖീദനെ അടിയുറപ്പിച്ചിരുത്തി തന്നെ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദ്. ഞങ്ങൾക്കൊക്കെയുള്ള മക്കൾ അവർ നേരിടുന്നതായ സർവ്വ പരീക്ഷയിലും ആ പരീക്ഷയിലൊക്കെ നല്ല മാർക്കോടുകൂടി വിജയിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ആ മക്കളൊക്കെ ദീനിൻ്റെ മക്കളാക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതായ മക്കളാക്കണേ. അല്ലാഹുമ്മ സഗ്ഗിരി ദുനിയാ ഫീ അയ്യുനാ. മയക്ക് വേണ്ടി മയക്കുകയാണ് മയക്കാൻ ദ്വാന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ കുറ്റം ചെയ്ത് കിടന്നാൽ അള്ളാഹു മയ കണ്ടായി തരില്ല. എല്ലാവരും കുറ്റത്തുനിന്ന് തെറ്റുനിന്നൊക്കെ മടങ്ങാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. ഇസ്തിഗ്ഫാറിനെ ഓരോരുത്തരും വർദ്ധിപ്പിക്കാം. കഴിയുന്നതും എല്ലാവരും നോമ്പ് വെൽക്കുക 2-3 ദിവസം. അതൊക്കെ കഴിഞ്ഞ് നല്ല മനസ്സോട് കൂടി എല്ലാവരും ദ്വാരക്കുക. അർഹമുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളൊക്കെ പാപികളാണ് തമ്പുരാനെ. ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പക്ഷേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണമായി ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല തമ്പുരാനെ. ഇവിടെ ഞങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്ന നല്ലവരാവുന്നതായ ഒരുപാട് വയസ്സന്മാരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, ഇവിടെ മൃഗങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അർഹമുർ-റഹീമീനായ തമ്പുരാനെ, എല്ലാവരും വെള്ളത്തിലേക്ക് ആവശ്യമുള്ളവരാണ്. വെള്ളത്തിനൊക്കെ ആവശ്യമുള്ളതായ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് മഴ വർദ്ധിപ്പിക്കണം വാ. ആവശ്യത്തിനനുസരിച്ച് മഴ വർദ്ധിപ്പിക്കണം വാ. ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്കുള്ള മഹാന്മാരാവുന്ന ഞങ്ങളെ മശായിഖ് അജിദാദിൻ്റെ ഹക്കുകൊണ്ട്, ഞങ്ങളിവിടെ ചൊല്ലിയതായ അദ്കാറിൻ്റെ ഹക്കുകൊണ്ട്, അർഹമുർ-റഹീമീനായ തമ്പുരാനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ മുഖദ്ദസായ അർവാഹികൾക്കുള്ള ഹക്കുകൊണ്ട്, ഞങ്ങളുടെ മഹാന്മാരാവുന്ന മശായിഖ് അജിദാദിൻ്റെ ഹക്കുകൊണ്ട്, അർഹമുർ-റഹീമീനായ അല്ലാഹ് മഴയ്ക്ക് ആവശ്യമുള്ള സർവ്വ പ്രദേശത്തും ആവശ്യത്തിനുള്ളതായ മഴ വർഷിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. വർഷിപ്പിക്കണേ അല്ലാഹ്, വർഷിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ സഗ്ഗിരി ദുനിയാ ഫീ അയ്യുനിനാ വകബ്ബിർ ജലാലക ഫീ ഖുലൂബിനാ വഹ്റുസ്നാ ബിഅയ്നിക അല്ലതീ ലാ തനാം വദ്ഖിൽനാ ഫീ കനഫിക അല്ലദീ ലാ യുളാം.
اللهم ارزقنا فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين اللهم أكرمنا بنور العلم والفهم وأخرجنا من ظلمة الجهل والوهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب آمين برحمتك يا أرحم الراحمين بحق اللهم صل على محمد صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل